പി വി അൻവറിന്റെ പാതയിൽ പോലീസിനെതിരെ വെളിപ്പെടുത്തലിനൊരുങ്ങി മലപ്പുറത്തെ LDF നേതാവ്. പോലീസിനെ കുറിച്ച് തനിക്കും ഒരുപാട് പറയാനുണ്ടെന്നും വൈകാതെ ചിലതൊക്കെ വെളിപ്പെടുത്തുമെന്നും CPI ജില്ലാ കൗൺസിൽ അംഗവും തിരൂരങ്ങാടി LDF സ്ഥാനാർത്ഥിയുമായ നിയാസ് പുളിക്കലത്ത് പറഞ്ഞു. നന്നമ്പ്രയിൽ പോലീസ് ഒരു പീഡനക്കേസ് ഒതുക്കാൻ ശ്രമിച്ചതും പലിശക്കാരുടെ ക്രൂരതകളെ പോലീസ് പിന്തുണച്ചതടക്കമുള്ള ദുരനുഭവങ്ങൾ തുറന്നു പറയും. പി വി അൻവർ തുടക്കത്തിൽ ഉന്നയിച്ചതൊക്കെ ജനം ആഗ്രഹിച്ചതാണ് എന്നും നിയാസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. അൻവർക്ക തുടക്കത്തിൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ ജനം ആഗ്രഹിക്കുന്ന ചില ആരോപണങ്ങൾ ഉണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. എനിക്കൊരുപാട് താനൂരിൽ മാറിപ്പോയ DYSP മറ്റൊക്കെ ഒരുപാട് ഇതുപോലുള്ള നെഗറ്റീവ് കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. DYSP ചില കാര്യങ്ങൾ നന്നമ്പ്രയിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ ഒരു പോലീസ് ഒതുക്കി തീർത്ത ഒരു പീഡന കേസുണ്ട്. അത് അവരുടെ പിതാവ് ഗൾഫിലാണ്, വന്നു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിനോട് പറയുന്ന സമയത്ത് അതിന് സാക്ഷിയായിട്ട് ഞാനുണ്ടാകും. എനിക്കതിലൊന്നും ഒരു പേടിയില്ല. നാട്ടുപലിശക്കാരുണ്ട് മാസത്തിന്, എന്നിട്ട് അവർ പല വീടുകളിൽ പോയിട്ട് ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് നമ്മളോട് ചോദിക്കരുത്. വീടുകളിൽ പോയിട്ട് എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ഭാര്യമാരെ ഞങ്ങളുടെ കൂടെ പറഞ്ഞയച്ചോ എന്നുള്ള ചോദ്യം പോലും പോലീസിനോട് പറഞ്ഞപ്പോൾ പൈസ വാങ്ങാൻ നിന്നിട്ടല്ലേ എന്ന് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്നോട് ചോദിച്ചു. പലിശക്ക് പൈസ വാങ്ങാൻ നിന്നിട്ടല്ലേ, സഖാവ് എന്തിനാ അതിലേക്ക് ഇടപെടുന്നത് എന്നുള്ള രൂപത്തിലേക്ക് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ പരാമർശിച്ചിട്ടുണ്ട്. അൻവർക്ക തുടക്കത്തിൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ ജനം ആഗ്രഹിക്കുന്ന ചില ആരോപണങ്ങൾ ഉണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. എനിക്കൊരുപാട് താനൂരിൽ മാറിപ്പോയ DYSP മറ്റൊക്കെ ഒരുപാട്. ശരി, മുബഷീർ പി അക്ബർ ഉണ്ട് വിവരങ്ങളുമായി. മുബഷീർ, ഇപ്പോൾ CPIയുടെ സംസ്ഥാന നേതൃത്വം അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ ചില ഗൗരവപ്പെട്ട കാര്യങ്ങളുണ്ട് എന്ന രൂപത്തിൽ തന്നെയാണ് കാണുന്നത്. പക്ഷേ അൻവറിൻ്റെ രീതികളെ പൂർണ്ണമായി തള്ളുകയും ചെയ്യുന്നു. ഇപ്പോൾ നിയാസിന്റെ പ്രതികരണം എങ്ങനെയാണ്? പോലീസുമായി ബന്ധപ്പെട്ട് അൻവർ ഉന്നയിക്കുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ തന്നെ ശരിയാണ് എന്നുള്ളതാണോ അദ്ദേഹം പറയുന്നത്? നിശ്ചയമായും സ്മൃതി, CPI നേതൃത്വം സ്വീകരിച്ച അൻവറിനെതിരായ വിഷയത്തിൽ സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ് CPI ജില്ലാ കൗൺസിൽ അംഗം കൂടിയായ നിയാസ് പുളിക്കലകത്ത് മലപ്പുറം ജില്ലയിൽ സ്വീകരിച്ചിരിക്കുന്നത്. എങ്കിലും അൻവർ ആദ്യഘട്ടത്തിൽ പോലീസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ തന്നെ നിയാസ് പുളിക്കലകത്തും ശരിവെക്കുന്നുണ്ട്. അജിത് കുമാറും സുജിത് ദാസ് ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കളങ്കിതരാണ്. നിരവധി സംഭവങ്ങളിൽ അവർക്ക് കൃത്യമായ പങ്കുണ്ട്. അവരുടെ ഇടപെടലിലൂടെ നിരവധി സംഭവങ്ങളിൽ ഇപ്പോഴും ദുരൂഹത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈകാതെ അൻവർ നടത്തിയ വെളിപ്പെടുത്തലുകൾക്ക് സമാനമായി മലപ്പുറം ജില്ലയിലെ പോലീസുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന വിവരങ്ങൾ പുറത്തുവിടുമെന്നുള്ളതാണ് നിയാസ് പുളിക്കലകത്ത് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിലെ പശ്ചാത്തലത്തിൽ ഒരു പ്രതികരണത്തിന് താൻ തയ്യാറല്ല. കാരണം അത് വിവാദമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പാർട്ടിയുടെ ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇത്തരത്തിൽ സാധാരണക്കാർക്ക് വേണ്ടി പോലീസിൽ നിന്നുണ്ടായ ചില ദുരനുഭവങ്ങൾ പങ്കുവെക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതിൽ അദ്ദേഹം സ്പെസിഫിക് ആയി പറയുന്നത് നന്നമ്പ്രയിലെ ഒരു പീഡന കേസ് ഒതുക്കി തീർക്കാൻ മലപ്പുറം ജില്ലയിലെ ചില പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചു എന്നുള്ളതാണ്. ചില താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ ഈ ഒരു സംഭവത്തിൽ ബലിയാടായിട്ടുണ്ട്. ഇതിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടലുണ്ടായിട്ടുണ്ട്. കൂടാതെ ജില്ലയിലെ നാട്ടുപലിശ സംഘങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂര പ്രവർത്തനങ്ങൾക്ക് കൃത്യമായും മലപ്പുറം ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയുണ്ടെന്ന അതിഗുരുതരമായ ആരോപണവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിൽ ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ, നിർണായക രേഖകൾ ഉൾപ്പെടെ പുറത്തുവിട്ടുകൊണ്ടുള്ള ഒരു വെളിപ്പെടുത്തൽ പോലീസിനെതിരെ വൈകാതെ നടത്തുമെന്നുള്ളതാണ് നിയാസ് പുളിക്കലകത്ത് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. അൻവർ ആദ്യഘട്ടത്തിൽ പോലീസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ, വെളിപ്പെടുത്തലുകൾ, പരാതികളിലൊക്കെ തന്നെ താനും പിന്തുണ നൽകുന്നുണ്ട്. എന്നാൽ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിക്കെതിരെ, പാർട്ടിക്കെതിരെ, സംസ്ഥാന സെക്രട്ടറിക്കെതിരെ, ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലാ സെക്രട്ടറിക്കെതിരെ ഉൾപ്പെടെ അദ്ദേഹം നടത്തിയ വിമർശനങ്ങളോടെ ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നിയാസ് പുളിക്കലകത്തെ വ്യക്തമാക്കുന്നത്. പരിധി ലംഘിച്ചുകൊണ്ട് വൈകാരികമായി ചില പ്രതികരണങ്ങൾ അൻവർ നടത്തിയിട്ടുണ്ട്. അതിനോട് യോജിപ്പില്ല. മറിച്ച് സാധാരണക്കാർ പറയാൻ ആഗ്രഹിച്ച പോലീസിനെതിരായ വിമർശനങ്ങളെ താനും പിന്തുണയ്ക്കുന്നുണ്ട്. സമാനമായ രീതിയിലുള്ളൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് വൈകാതെ തനിക്കും ചിലത് പറയാനുണ്ട് എന്നുള്ളതാണ് പ്രതികരണം കൂടി മറ്റൊരു രാഷ്ട്രീയ നേതാവിൽ നിന്നും ഭരണകക്ഷിയിൽ നിന്ന് തന്നെ വരുന്നു എന്നുള്ളത് CPIനെ ഒന്നുകൂടി പ്രതിരോധത്തിലാക്കും. മുബഷീർ പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്.